Okay, dear students. Now, Keynesian consumption function. What is meant by consumption function? According to Keynes, consumption function is the relationship between consumption and income. That means consumption function എന്ന് പറയുന്നത് income consumption തമ്മിലുള്ള റിലേഷനാണ്. That means the consumption function can be written C is equal to function of y. C എന്ന് പറയുന്നത് that is C is equal to function of y എന്നുള്ളതാണ് consumption function. In the equation, C is consumption, y is income. C is അപ്പോൾ കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം. അതുകൊണ്ട് കൺസംഷൻ ഈസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൈ അല്ലെങ്കിൽ ഇൻകം ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻകം കൺസംഷൻ റിലേഷൻഷിപ്പിൽ എന്താണ് സ്വാധീനിക്കുന്നത്? കൺസംഷൻ എന്തിനെ സ്വാധീനിക്കുന്നു? ഇൻകത്തെ സ്വാധീനിക്കും. അപ്പോൾ കൺസംഷൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻകമാണ് എന്തിനാണോ സ്വാധീനിക്കുന്നത് ആ വേരിയബിളിന് പറയുന്ന പേരാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇവിടെ ഇൻകം കൺസംഷൻ റിലേഷൻഷിപ്പിൽ കൺസംഷൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻകം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. ഓക്കെ, ദസ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അല്ലെങ്കിൽ കൺസംഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് is a schedule of the various amount of consumption expenditure corresponding to different levels of income. അപ്പോൾ കൺസംഷൻ ഷെഡ്യൂൾ അല്ലെങ്കിൽ കൺസംഷൻ കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കർവ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രാഫ് വിച്ച് ഷോസ് which shows various combinations of consumption for different levels of income. നമുക്കറിയാം, നമുക്ക് വ്യത്യസ്ത ലെവൽസ് ഓഫ് ഇൻകം ഉണ്ടാവും. അതിൻ്റെ ഓരോ ലെവൽസ് ഓഫ് ഇൻകത്തിലും നമ്മുടെ കൺസംഷൻ എന്തായിരിക്കും അങ്ങനെ കാണിക്കുന്ന ഒരു ഷെഡ്യൂൾ ആവാം, അല്ലെങ്കിൽ ഗ്രാഫ് ആവാം. ഇതൊക്കെ കൺസംഷൻ ഗ്രാഫ് എന്ന് പറയും. ഒരു ഷെഡ്യൂൾ ആണെങ്കിൽ, അങ്ങനെ ഒരു പട്ടികയാണെങ്കിൽ അത് കൺസംഷൻ ഷെഡ്യൂൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ കൺസംഷൻ ഷെഡ്യൂൾ കാണിക്കുന്നത് ഇൻകം കൺസംഷൻ റിലേഷനാണ്. വേരിയസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫോർ വേരിയസ് ലെവൽസ് ഓഫ് ഇൻകം. അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അത് കൺസംഷൻ ഗ്രാഫ് എന്ന് പറയും. ഒരു ഷെഡ്യൂൾ ആണെങ്കിൽ നമുക്ക് പറയും അതൊരു കൺസംഷൻ ഷെഡ്യൂൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു കെയ്ൻ ദർ ഇസ് എ ഡയറക്റ്റ് ആൻഡ് ലീനിയർ അസോസിയേഷൻ ബിറ്റ്വീൻ അഗ്രിഗേറ്റ് ഇൻകം ആൻഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. കെയ്ൻസ് പറയാണ് ഇൻകം കൺസംഷൻ റിലേഷൻ എപ്പോഴും എന്തായിരിക്കും? ഒരു പോസിറ്റീവ് റിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ആൾസോ ഇൻക്രീസസ്. അത് മാത്രമല്ല, ദർ ഇസ് എ ലീനിയർ അസോസിയേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ അസോസിയേഷൻ ഒരു സ്ട്രൈറ്റ് ലൈൻ, ഒരു ലീനിയർ ഒരു കർവ് രൂപത്തിലായിരിക്കില്ല, ഒരു ലൈൻ ആയിരിക്കും, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും എപ്പോഴും ഇൻകം കൺസംഷൻ റിലേഷൻ എന്നുള്ളതാണ്. ഒരു സ്റ്റേബിൾ ആയിരിക്കും ഒരു കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. അതാണ് ലീനിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ ക്യാൻ യു റൈറ്റ് എ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ? ദാറ്റ് ക്യാൻ ബി റൈറ്റ് ആർ സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. കണ്ടോ, ഇവിടെ സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ ആണ് ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ. ഇവിടെ സി എന്ന് പറയുന്നത് കൺസംഷൻ ആണ്, വൈ എന്ന് പറയുന്നത് ഇൻകം ആണ്, ആൻഡ് ബി ആർ ബി എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, എ എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ. ഓക്കെ, ഇൻ ദിസ് ഇക്വേഷൻ എ ആൻഡ് ബി ആർ കോൺസ്റ്റൻറ്റ്, സി ആൻഡ് വൈ ആർ വേരിയബിൾസ്. അപ്പോൾ ദ ഡയഗ്രാം ഗിവൺ above shows the relationship between consumption and income. അപ്പോൾ കൺസംഷൻ ഫംഗ്ഷൻ ആണ്, ലീനിയർ കൺസംഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കൺസംഷൻ ഇൻകം റിലേഷൻ ഈസ് എ ലീനിയർ ആൻഡ് ഓൾസോ ദർ ഇസ് എ ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ അസോസിയേഷൻ ബിറ്റ്വീൻ കൺസംഷൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം വർദ്ധിച്ചാൽ കൺസംഷൻ വർദ്ധിക്കും, ഇൻകം കുറഞ്ഞാൽ കൺസംഷൻ കുറയും എന്ന് അത് മാത്രമല്ല, ഒരു ലൈൻ, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും എപ്പോഴും ഇൻകം കൺസംഷൻ റിലേഷൻ. അതാണ് ഒരു സ്റ്റേബിൾ റിലേഷൻ ആയിരിക്കും. അപ്പോൾ സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്നുള്ളതാണ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ. ഇവിടെ സി എന്ന് പറയുന്നത് കൺസംഷൻ, വൈ എന്ന് പറയുന്നത് ഇൻകം, ആൻഡ് ബി ആർ ദ ഇൻ്റർസെപ്റ്റ്. അതിൽ ബി എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, എ എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ. ഓക്കെ, എന്താണ് ഓട്ടോണമസ് കൺസംഷൻ, ബി എന്താണ്, എ എന്താണെന്നുള്ളതൊക്കെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ. ഇവിടെ ഈ ഗ്രാഫ് ശ്രദ്ധിക്കൂ. ഇവിടെ ഒ എക്സ് ആക്സിസിൽ നമ്മൾ എന്തെടുക്കുന്നു? ഇൻഡിവിജ്വൽസിന് ഇൻകം എടുക്കുന്നു. ഒ വൈ ആക്സിസിൽ നമ്മൾ എന്തെടുക്കുന്നു? കൺസംഷൻ എടുക്കുന്നു. ഓക്കെ, ഈ ഗ്രാഫ്
സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0 എന്നാണോ? 0 എന്നല്ല, കുറച്ച് മുകളിലാണ് അല്ലേ? കുറച്ച് മുകളിൽ, 0-നേക്കാൾ കുറച്ചുകൂടെ ഒരു പോയിന്റ്, ഒരു 1-2 പോയിന്റ് മുകളിൽ നിന്നാണ് ഈ C = A + BY എന്നുള്ള ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ആ ഗ്രാഫാണ്, ആ ലൈനാണ് കൺസംഷൻ ഫങ്ഷൻ എന്ന് പറയുന്ന ഗ്രാഫ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ ഓർ 0 എന്ന് തുടങ്ങുന്നില്ല. കാരണം എന്താ വെച്ചാൽ വെൻ അവർ ഇൻകം ഈസ് 0 ദർ ഈസ് സം കൈൻഡ് ഓഫ് കൺസംഷൻ. നമുക്കറിയാം, സപ്പോസ് എൻ്റെ ഇൻകം വരുമാനം 0 ആണ്, എന്നിരുന്നാലും നമുക്ക് എന്തുണ്ടാവും? കൺസംഷൻ ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് കൺസംഷൻ ഒരിക്കലും ആ 0 പോയിന്റിൽ നിന്നും തുടങ്ങാത്തത്. ഓക്കെ, വെൻ അവർ ഇൻകം ഈസ് 0 ദർ വിൽ ബി സം കൈൻഡ് ഓഫ് കൺസംഷൻ. എങ്ങനെയാണ് നമ്മളപ്പോൾ കൺസ്യൂം ചെയ്യുക? ഐദർ വി ബോറോ ഓർ എന്താണ്, കൺസ്യൂം ഫ്രം പാസ്റ്റ് സേവിങ് അല്ലേ? നമ്മുടെ അടുത്തുള്ള സേവ് ചെയ്ത മണിയെന്നോ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടെങ്കിലും നമ്മൾ കൺസ്യൂം ചെയ്യും അല്ലേ? അതുകൊണ്ടാണ് പിന്നെ കൺസംഷൻ ലൈൻ C = A + BY ലൈൻ എവിടുന്ന് തുടങ്ങാത്തത്? ഒറിജിൻ എന്നുള്ള 0 എന്നുള്ള പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാത്തത്. ക്ലിയർ ആണോ? അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദി കൺസംഷൻ ഫങ്ഷൻ. ഇനി ഇതാണ് കൺസംഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് നോക്കൂ, ഈ പട്ടിക നോക്കൂ. കൺസംഷൻ ഷെഡ്യൂൾ, ഇവിടെ ഇൻകം കൊടുത്തിട്ട്, ഇൻകം ഈസ് 0, നമ്മുടെ ഇൻകം 0 ആണ്. ബട്ട് ദ ഇൻഡിവിജ്വൽ ഹാസ് എ കൺസംഷൻ എക്സ്പെൻഡിച്ചർ 40. ഓക്കെ, ഇൻകം ഈസ് 100, കൺസംഷൻ ഈസ് 120. ഇൻകം 100 ആകുമ്പോൾ കൺസംഷൻ ഒരിക്കലും 120 വരില്ല, അത് തെറ്റാണ്. ഇൻകം 100 ആകുമ്പോൾ അത് നിങ്ങളൊരു 80 എഴുതിക്കോ, 120 മാറ്റി 80 എഴുതാം. ഇൻകം 200 ആകുമ്പോൾ കൺസംഷൻ 160 എഴുതുക. 300 ആകുമ്പോൾ കൺസംഷൻ 250 എഴുതുക. എന്തായാലും ഇൻകത്തേക്ക് താഴെ ആയിരിക്കും കൺസംഷൻ, അങ്ങനെ എഴുതണം. 400 ആകുമ്പോൾ 360, കുഴപ്പമില്ല. 500 ആകുമ്പോൾ 420, കുഴപ്പമില്ല. 600 ആകുമ്പോൾ 480. ഇതാണ് ഇൻകം കൺസംഷൻ റിലേഷൻ. ഈ ഷെഡ്യൂൾ കാണിക്കുന്നത് എന്താണ്? അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് ഇൻകം വി ഹാവ് ഡിഫറെൻറ്റ് കൺസംഷൻ പാറ്റേൺ. അപ്പോൾ ദിസ് ഈസ് കൺസംഷൻ ഇൻകം ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഈസ് അവർ ഇക്വേഷൻ C = A + BY. ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നമുക്ക് സപ്പോസ് ഒരു എക്സാമ്പിൾ നമുക്ക് തരും. സപ്പോസ് ദ കൺസംഷൻ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ ഇക്വേഷൻ C = 20, 20 എന്താണ്? എ എന്നുള്ള പോയിന്റ്, ഓട്ടോണമസ് കൺസംഷൻ. ഓക്കെ, പ്ലസ് ബി എന്താണ്? 3/4 YD. ഓക്കെ, ഇനി ഫൈൻഡ് ദ കൺസംഷൻ ഫംഗ്ഷൻ വെൻ ദ ഡിസ്പോസിബിൾ ഇൻകം ഈസ് 200, ഓക്കെ, 300 ആൻഡ് 800. അപ്പോൾ നമുക്ക് ഡിസ്പോസിബിൾ ഇൻകം YD എത്രയാണുണ്ട്? 200 ആണ്. അപ്പോൾ ഒന്നുമില്ല, C = 220 + 2/4 × 200 = എത്രയെന്ന് കാണാം. C = 200 + 3/4 × 300 = എത്രയെന്ന് കാണാം. C = 200 + 3/4 × 800 = എത്രയാണ് കാണാം. അപ്പോൾ ഈ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും എന്ത് കുട്ടികളെ? കൺസംഷൻ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദി കൺസംഷൻ ഫങ്ഷൻ ഇല്ലേ? ഇനി ഇവിടെ ഈ C = A + BY 2 രൂപത്തിലുള്ള കൺസംഷൻ ഉണ്ട്. ഒന്ന് ഓട്ടോണമസ് കൺസംഷൻ ആൻഡ് ഇൻഡ്യൂസർ കൺസംഷൻ. ഓക്കെ, കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് A + BY ഇല്ലേ? ഇവിടെ A എന്ന് പറയുന്നതാണ് ഓട്ടോണമസ് കൺസംഷൻ. എന്ന് പറഞ്ഞാൽ ഈ കൺസംഷൻ 0 ലെവൽ ഇൻകത്തിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന കൺസംഷൻ. ആ ഡയഗ്രാം നോക്കൂ. അറ്റ് 0 പോയിന്റിൽ വി ഹാവ് സം കൈൻഡ് ഓഫ് കൺസംഷൻ. A എന്നുള്ള ഒരു സാധനം കൊടുത്താൽ കണ്ടോ ഗ്രാഫിൽ? അവിടെ കുറച്ച് കൺസംഷൻ ഉണ്ടാവും. നമുക്ക് 0 ആണ് നമ്മുടെ ഇൻകം, വരുമാനം 0 ആണ്, എന്നാലും നമുക്ക് കൺസംഷൻ ഉണ്ടാവും. ആ കൺസംഷൻ, അങ്ങനെ ഉണ്ടാവുന്ന കൺസംഷനെ പറയുന്ന പേരാണ് ഓട്ടോണമസ് കൺസംഷൻ. ബി എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ. പിന്നെ ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൺസംഷൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഈ കൺസംഷൻ ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ഇൻകം ഈസ് കാൾഡ് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ. കൺസംഷൻ ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൺസംഷൻ മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ വർദ്ധിക്കുകയാണെങ്കിൽ അതിന് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ എന്ന് പറയും. എന്നാലും നമുക്ക് ഡീപ്പായിട്ട് ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓട്ടോണമസ് കൺസംഷൻ ആൻഡ് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ? Autonomous consumption is the consumption expenditure that occur when income level is 0. നമ്മുടെ വരുമാനം 0 ആകുന്ന സമയത്ത് നമുക്ക് വരുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ഓട്ടോണമസ് കൺസംഷൻ. സപ്പോസ് എൻ്റെ ഇൻകം 0 ആണ്, പക്ഷേ എനിക്ക് ഒരു ദിവസം ഒരു നിശ്ചിത എമൗണ്ട്, ഒരു 500-400 രൂപ എനിക്ക് ചിലവുണ്ട്. അപ്പോൾ അങ്ങനെ ഐ ഡോണ്ട് ഹാവ് എനി എമൗണ്ട് ഓഫ് മണി,
but I have some kind of expenditure. That expenditure is called autonomous consumption. That is, it is free from income. Income ഇല്ലെങ്കിലും നമ്മൾ ചിലവാക്കും. Okay. Such a consumption expenditure does not vary with the changes in income. ആ ഓട്ടോണമസ് കൺസംഷൻ്റെ പ്രത്യേകത ഇൻകത്തിൽ മാറ്റം വരുന്നതിനനുസരിച്ച് ഒരിക്കലും ഓട്ടോണമസ് കൺസംഷൻ മാറ്റം സംഭവിക്കില്ല. ഓക്കെ, ദസ് കൺസംഷൻ ദാറ്റ് ഒക്കർ ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ചേഞ്ചസ് ഇൻ ഇൻകം ഈസ് നോൺ ആസ് ഓട്ടോണമസ് കൺസംഷൻ. ഇൻകം വേരി ചെയ്യുന്നതിനനുസരിച്ച് കൺസംഷൻ വേരി ചെയ്യാത്ത എന്തൊരു കൺസംഷൻ ഉണ്ടെങ്കിലും അതിനെ പറയുന്ന പേരാണ് ഓട്ടോണമസ് കൺസംഷൻ. ദാറ്റ് ഈസ് ഫ്രീ ഫ്രം ഇൻകം. ഈ നമ്മുടെ ഇൻഡിവിജ്വലിൻ്റെ ഇൻകത്തെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാത്ത നമുക്കുണ്ടാകുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ഈ ഓട്ടോണമസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് വെൻ ഇൻകം ലെവൽ 0 ആകുമ്പോൾ അല്ലെങ്കിൽ ഇൻകത്തിൽ മാറ്റം വരുന്നതനുസരിച്ച് കൺസംഷൻ മാറ്റം വരാത്ത എന്തെങ്കിലും കൺസംഷൻ നമുക്കുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കൺസംഷൻ. ദാറ്റ് മീൻ ഓക്കെ, ഇൻകമായിട്ട് ഇൻകം ഇറ്റ് ഈസ് ദാറ്റ് ഓട്ടോണമസ് കൺസംഷൻ ഈസ് ഫ്രീ ഫ്രം ഇൻകം അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻകം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഓട്ടോണമസ് കൺസംഷൻ? ഇൻകം നമുക്ക് 0 ആണ്. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നത്? ഓട്ടോണമസ് കൺസംഷൻ ഈസ് ഫിനാൻസ്ഡ് ബൈ ബോറോയിങ് ഓർ യൂസിങ് അപ്പ് സേവിങ്സ്. ഓക്കെ, ഓട്ടോണമസ് കൺസംഷൻ ഈസ് ഫിനാൻസ്ഡ് ബൈ ബോറോയിങ് ഓർ യൂസിങ് അപ്പ് സേവിങ്. നമ്മുടെ അടുത്തുള്ള സേവിങ്സോ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഓട്ടോണമസ് കൺസംഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി കൺസംഷൻ, ഇനി വാട്ട് ഈസ് മീൻ ബൈ ഇൻഡ്യൂസ്ഡ് കൺസംഷൻ? Consumption depend upon changes in income is referred to as a induced consumption. കൺസംഷൻ എന്തിനെ സ്വാധീനിക്കുന്നു? കൺസംഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ ചേഞ്ചസ് ഇൻ ഇൻകം. ഇൻകത്തിൽ നമ്മുടെ വരുമാനം മാറുന്നതിനനുസരിച്ച് വരുമാനം മാറുന്നതിനനുസരിച്ച് കൺസംഷൻ മാറുകയാണെങ്കിൽ ആ എക്സ്പെൻഡിച്ചറിനെ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ. ക്ലിയർ ആണോ? അപ്പോൾ കൺസംഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ചേഞ്ചസ് ഇൻ ഇൻകം. ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺസംഷനെയാണ് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ. ദാറ്റ് മീൻ കൺസംഷൻ ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ഇൻകം ഈസ് കാൾഡ് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കൺസംഷൻ ഈസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം. വെൻ ഇൻകം ഇൻക്രീസസ്, ഇൻഡ്യൂസ്ഡ് കൺസംഷൻ ആൾസോ ഇൻക്രീസസ്. വെൻ ഇൻകം ഡിക്രീസസ്, ഇൻഡ്യൂസ്ഡ് കൺസംഷൻ ആൾസോ ഡിക്രീസസ്. ദാറ്റ് മീൻ there is a direct and proportional association between induced consumption and income. ഓക്കെ, അപ്പോൾ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺസംഷനെയാണ് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ എന്ന് പറയുന്നത്. എ ചേഞ്ച് ഇൻ ദ ഡിസ്പോസിബിൾ ഇൻകം ഇൻഡ്യൂസ് എ ചേഞ്ച് ഇൻ കൺസംഷൻ. വാട്ട് ഈസ് മീൻ ഡിസ്പോസിബിൾ ഇൻകം? വെൻ ഇൻകം നമ്മുടെ ഇൻകത്തിൽ നിന്ന് ഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്തുള്ള ഇൻകമാണ് ഡിസ്പോസിബിൾ ഇൻകം. അപ്പോൾ വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഡിസ്പോസിബിൾ ഇൻകം ഇൻഡ്യൂസസ് ചേഞ്ച് ഇൻ കൺസംഷൻ. നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം, ടാക്സ് ഒഴിവാക്കിയിട്ടുള്ള ഇൻകം വർദ്ധിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൺസംഷൻ വർദ്ധിക്കും. ദസ് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ കർവ് ഈസ് ഇൻകം ഇലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻഡ്യൂസ്ഡ് കൺസംഷൻ എന്ന് കർവ് എപ്പോഴും ഇൻകം ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് കൺസംഷനിൽ മാറ്റം വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് കൺസംഷൻ ഫംഗ്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ആസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ ആണെങ്കിൽ എ എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ ആയിരിക്കും, ബി വൈ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ ആയിരിക്കും, ബി എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ ആയിരിക്കും. ദാറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ബി, ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ വൈ. ഐ ഈസ് നോട്ട് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ എ, ഈസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ വൈ, വിച്ച് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ബോറോയിങ് ആൻഡ് സേവിങ്. When Y denote disposable income, B is a marginal propensity to consume.